പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മളിന്ന് കളിക്കാൻ വന്ന മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ എപ്പിസോഡ് 2 ആണ് ഗൈസ്. അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ലായിരുന്നു, എന്നാൽ ഞാൻ തളരത്തില്ല, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ ഗെയിം പ്ലേയിലോട്ട് പോകാം. എപ്പിസോഡിൽ തുടക്കം കണ്ടു. അപ്പം ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വന്നിട്ട് നമ്മളൊരു വില്ലേജിലായിരുന്നത്. ആ വില്ലേജിൽ ഞാൻ കഴിഞ്ഞ ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ആ വില്ലേജിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് ഗൈസ്. അടുത്ത് ഇനി ഒരു പണിയാണ് നമുക്ക് അടുത്ത ഇനിയുള്ളത് ഗൈസ്. നല്ല ലാഗാണ്, ശരിയല്ലേ? അത് എൻ്റെ ഫോൺ ലോ ആൻഡ് ആണ്, അതുകൊണ്ടാണ് ഗൈസ്. ഇവിടെ പട്ടി നിൽക്കും. എന്നെ കൊല്ല എനിക്ക് ഊളമാണ് എന്നെ പിന്നീടാട്ടാ ഞാൻ വന്ന് ടൈം ചെയ്തോളാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് പെറ്റിന് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പെറ്റ് ലവേഴ്സ് എല്ലാം കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തൊരു കാര്യമുണ്ട്, നമുക്ക് മെയിനായി ഇനി ഗൈസ് എൻ്റെ അടുത്ത് ഇത്ര വുഡ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ള എല്ലാ വുഡും മുടിച്ച്. പക്ഷെ ഞാൻ അതെന്ത് വീഡിയോ ഇടാത്ത തന്നെ ഗൈസ്, എൻ്റെ ഫോണ് എൻ്റെ ഫോണിന് അത്രയും വീഡിയോ താഴ്ത്തി പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഞാൻ കളിക്കുന്നത്. എനിക്ക് ഫുഡില്ല ഗൈസ്, എനിക്ക് മെയിനാ ഫുഡ് വേണം. ഓക്കെ ഗൈസ്, ഫൈനലി ഒരു പ്ലെയിൻ ഏരിയ കിട്ടി. ആ പ്ലെയിൻ ഏരിയ ഇവിടെ നല്ല വലിയൊരു കേവ്. കേവൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഡൗട്ട് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് വീഡിയോ അങ്ങനെ തന്നെ ഇങ്ങനെ പറയാം ഗൈസ്. മൈൻക്രാഫ്റ്റ് പുതിയതായിട്ട് കൊണ്ടുവന്ന സ്പ്രിച്ചിങ് കണ്ടാ ഗൈസ് സിമ്പിളാണ്, പക്ഷെ ഇത് ഓടി ചെയ്താൽ മരണം മുഖ്യം. ഇപ്പം ചാവും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫൈനലി സക്സസ്ഫുള്ളായിട്ട് നമ്മൾ വന്നിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും ഫസ്റ്റ് ആയിരുന്ന വില്ലേജിൽ എന്തിരിക്കാതെ എന്ന് കേൾക്കും. ആ വില്ലേജ് നിങ്ങളെ കണ്ടതാണ്, ഒരു ലൂട്ടും ഇല്ല. അടുത്ത് നമ്മൾ അത്യാവശ്യം വുഡുണ്ട്. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു വില്ലേജ് കണ്ടുപിടിച്ച് ആ വില്ലേജിൻ്റെ കുറച്ച് ദൂരമായിട്ട് വീടുണ്ടാക്കുകയാണ് നല്ലതാണ് ഈ തോന്നുന്നത്. അപ്പം നിങ്ങളെന്തിൽ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒരു കമൻറ്റ് വിടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഒരു വില്ലേജ് ഇതാണ്. ഒരു വില്ലേജ് കിട്ടി, ഫൈനലി ഒരു വില്ലേജ് കിട്ടി. അപ്പം ഈ വില്ലേജിൻ്റെ അടുത്താണ് നമ്മൾ വീട് വയ്ക്കാൻ പോണത്. എൻ്റെ കാലത്തിലും എനിക്ക് ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത അന്ന് തൊട്ട് തന്നെ ലക്ക് മഴയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വില്ലേജ് അത്യാവശ്യം വലിയ വില്ലേജാണ്. ഈ വില്ലേജിലൊക്കെ ഫാമിങ് ചെയ്യാനും സൂപ്പർ, ബ്രീഡിങ് ചെയ്യാൻ വില്ലേജും കിട്ടി. ഞാൻ പൊട്ടെ ആ വെള്ളത്തിൽ ഇവിടെ വീണ്. ഓക്കെ, ഒന്നാമത് ഈ വില്ലേജിൽ വന്നാൽ നമുക്ക് നിറയെ ഫുഡ് കിട്ടും. ഈ വീട്ടിൽ തന്നെ അടിച്ച് കൊടുത്താൽ മതി. എനിക്ക് ധൈര്യം ഉണ്ട്, എൻ്റെ അടുത്തൊരു ഹോ ഉണ്ടായിരുന്നു, ആ ഹോ വെച്ച് ഇതെല്ലാം ഈസിയായി. നിങ്ങൾ പി സിയിലാണ് ഫോണിലാണ് കളിക്കണമെന്ന് പറയുന്നത്. ഞാൻ ഫോണിലാണ് കളിക്കുന്നത്. നമുക്ക് നിറയെ സബ്സ്ക്രൈബൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പി സി ഉണ്ട്. എൻ്റെ അടുത്തൊരു പി സി ഉണ്ട് ഗൈസ്. ആ പി സിയിൽ മൈൻക്രാഫ്റ്റിന് റണ്ണാവില്ല, ഒന്നും റണ്ണാവില്ല. അതുകൊണ്ടാണ് ഫോണിൽ കളിക്കുന്നത്. അത് റണ്ണായാലും കളിക്കാനാണ് നല്ലത്. എൻ്റെ പപ്പൻ്റെ പി സിയാണ്, പപ്പ തരത്തില്ല. അതൊക്കെ ഇവിടെ നമുക്കിപ്പം ഫുഡ് കളക്ട് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേറെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ വില്ലേജ് ലൂട്ട് എക്സ്പ്ലോർ ചെയ്യണം. അടുത്തൊരു വീടുണ്ടാക്കണം. ഒരു വീടുണ്ടാക്കാനാണ് ഇന്നത്തെ നമ്മളെ പണി. എന്നിട്ട് വീടുണ്ടാക്കാൻ നല്ലൊരു സ്പോട്ട് ഉണ്ടാക്കണം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റത്തെ വലിയ കാര്യമൊക്കെ ഇല്ലാത്തൊന്നുമില്ല. അടുത്ത വീടിനകത്ത് കാര്യമാണ് കണ്ടാൽ ഇവിടെ ഈ ഫുഡിന് ഒരു പ്രശ്നമില്ല. ഫുള്ള് ഫുഡാണ്.
ഇങ്ങനത്തെ ഒരു വില്ലേജ്. ഇത് ഈ സ്ഥലമുണ്ട്. ഇത് നമുക്ക് യൂസ് ആവും ഗൈസ്. ആർമറൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ആക്കാൻ പറ്റും. ഓക്കെ നമുക്ക് ആ വീട്ടിൽ പോയാൽ ആ 2 വീട്ടിലുള്ള അല്ലേ ഇത് മറ്റേ മാപ്പിൻ്റെ ആഗ്രഹം. ഇവിടെ നിന്നൊരു മാപ്പ് അയ്യോ പറ്റിച്ച് നമ്മളെ പറ്റിച്ച്. വില്ലേജിൽ പോയാൽ ഇവിടെ നോക്കും മാപ്പ് കാണും. വില്ലേജിൽ മാപ്പില്ല. എനിക്ക് ഒരു സൈഡിൽ ലക്കുണ്ട്, ഒരു സൈഡിൽ വരാൻ ലക്കുണ്ട്. അപ്പം ജസ്റ്റ് വെക്കാൻ പൊട്ടിച്ചിട്ട് ഞാൻ ഇപ്പം ഇനി തന്നെ മതി. നമുക്കൊരു നല്ലൊരു വീടുണ്ടാക്കുന്ന ഒരു സ്പോട്ടാണ്. ബ്ലാക്ക് സ്മിത്ത് അത് ഡയമണ്ട് എന്ന് ആലോചിക്കുക. കാണത്തില്ല എന്നാലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യും. ഡയമണ്ട് ഗൈസ്. ഡയമണ്ട് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും ഡയമണ്ട് കിട്ടി. അത് മതി. ഒരു വീടുണ്ടാക്കണം. വീടുണ്ടാക്കാനാണ് നോക്കുന്നത്. എനിക്ക് എൻ്റെ ആഗ്രഹം വീടിൻ്റെ താഴെ തന്നെ. വീടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റത്തില്ല. വീടിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ വീടിനാട്ടോ ഫാമാട്ടോ ഉണ്ടാക്കിയാൽ നമുക്ക് ശരിയാകത്തില്ല ഗൈസ്. നമുക്ക് അത്യാവശ്യം ഇവിടെ ഉണ്ടാക്കണം നല്ലത്. ഇത് അപ്പുറം സവാന ഗൈസ്. കൊള്ളാം ഗൈസ്. ഇങ്ങനത്തെ ഈ ട്രീ എനിക്ക് എപ്പോഴും അടി കൊണ്ടാണ്ടിരിക്കണത്. എനിക്ക് ഇഷ്ടപ്പെടില്ല. ഗൈസ് അപ്പം ഞാൻ വീടുണ്ടാക്കാൻ നല്ലൊരു സ്പോട്ട് എടുത്തിട്ട് പോകാം. ഇവിടെയാണ് വീടുണ്ടാക്കാൻ പോണത്. ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതന്നെ ഇത്ര സ്ഥലമേ ഉള്ളൂ. അങ്ങനെയല്ല, ഇവിടെ ഫസ്റ്റ് ഫുൾ സെറ്റപ്പ് ആക്കണം. ഇതൊക്കെ എടുത്ത് മാറ്റി എല്ലാം ക്ലിയർ ആക്കണം ഗൈസ്. ഓക്കെ ഗൈസ്. എന്നിട്ട് എൻ്റെ ഇൻവെൻട്രിയിലുണ്ടാകും നിറയെ സാപ്ലിങ്സ് ഉണ്ട്. ഈ സാപ്ലിങ്സ് വെച്ച് നമുക്ക് നമ്മളെ തൊട്ടടുത്തെല്ലാം മരമൊക്കെ നടാം. മരം നട്ടാൽ നമുക്ക് നിറയെ വുഡ് കിട്ടും. അത്യാവശ്യം വുഡ് ഇപ്പം ഉണ്ട് ഗൈസ്. എന്നാലും എനിക്ക് എങ്ങനത്തെ വീടുണ്ടാക്കാൻ അറിയണം ഗൈസ്. ഞാൻ പോയി യൂട്യൂബിൽ നോക്കിയിട്ടുണ്ട്. അതിലല്ലേ ഞാൻ അങ്ങനെ വീടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം യൂട്യൂബിൽ നോക്കിയിട്ട് വരാം ഗൈസ്. അടുത്ത് ആ യൂട്യൂബിൽ പോയി നോക്കണതിന് മുമ്പ് നമുക്ക് ഒരു ഷവൽ വേണം. ആ ഷവൽ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഡെവലപ്പ് ആക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഷവൽ ഉണ്ടാക്കാം. ഡയമണ്ട് ഓക്കെ ഒരു ഷവൽ ഉണ്ടാക്കാം. ഇനി ഒരു ഷവൽ വെച്ച് നമുക്കിവിടെ എല്ലാം ഡെവലപ്പ് ആക്കാം. ഓക്കെ ഇവിടെ ഡെവലപ്പ് ആക്കാം. ഇതിനാണ് ഒരു ഫ്ലാറ്റ് സ്ഥലമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഫ്ലാറ്റ് സ്ഥലമായാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല. ഗൈസ് എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ കേട്ട് നോക്കിയാൽ എനിക്ക് വോയിസ് കറക്റ്റായി ഇടാമല്ലോ എനിക്ക് തോന്നും. അപ്പം ഞാൻ ഇതൊക്കെ ഡെവലപ്പാക്കി എല്ലാം ഞാൻ ഡെവലപ്പാക്കി ഓക്കെ ഗൈസ്. ഫുള്ള് ഡെവലപ്പാക്കി നിറയെ നേരമായി ഇതൊക്കെ ആവാൻ. ഇവിടെയൊക്കെ നമുക്ക് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്നു. ഇവിടെയും കൂടെ ഡെവലപ്പാക്കണം. അപ്പം ഇപ്പം ഫുള്ള് ഡെവലപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടത് ഒരു വീടുണ്ടാക്കണം ഗൈസ്. വീടുണ്ടാക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യണം. നമുക്ക് വീടുണ്ടാക്കേണ്ട സ്പേസ് വേണം. സ്പേസിന് അത്യാവശ്യം ബാക്കിലാണ് ഉണ്ടാക്കാൻ പോണത് ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ ബാക്കിലാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് അത്യാവശ്യം സ്പേസ് വേണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ബാക്കിൽ ഫുള്ള് നിറയ്ക്കാൻ കൊണ്ട്. അപ്പം നമ്മളിവിടെ ഫുള്ള് ഡെവലപ്പാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വീട് മാത്രം തന്നെ വെക്കണം ഗൈസ്. ആ വീടുണ്ടാക്കാൻ നമുക്ക് നിറയെ കൊബിൾ സ്റ്റോൺ വേണം. ആ കൊബിൾ സ്റ്റോണിന് നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവിടെ എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ പോയി കൊബിൾ സ്റ്റോണെല്ലാം എടുത്തിട്ട് വരാം. ഇത്രയും സ്റ്റോൺ എടുത്ത് പക്ഷെ എൻ്റെ പിക്കാഡ്സ് പൊട്ടി. പുതിയൊരു പിക്കാഡ്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടാണ്. വീടിന് അത്രയും നിറയെ കൊബിൾ സ്റ്റോണൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് കൊബിൾ സ്റ്റോൺ മതി. ഞാൻ ഒരു
2 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ എടുക്കണ്. ഇനി ആവശ്യം വന്നാൽ നമുക്ക് പിന്നീട് എടുക്കാം. അത്യാവശ്യം കോബിൾ സ്റ്റോണായി. ഈ കോബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് വീടുണ്ടാക്കാം. അപ്പം നമ്മളെ വീടുണ്ടാക്കി തീർന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. വീട് കൊള്ളാമെങ്കിൽ ഓക്കെ, കൊള്ളാം ഗൈസ്. വീട് എനിക്ക് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തിൻ്റെ വീടിൻ്റെ അകത്തെല്ലാം കാണിച്ചു തന്നിട്ട് ഞാൻ നമുക്കിവിടെ മുകളിൽ എങ്ങനെയാണ് മുകളിൽ സൂപ്പറാണ് കാണാൻ, എനിക്കിഷ്ടപ്പെട്ട്. അടുത്തിവിടെ ഡോറ് തുറന്നാൽ അവിടെ നമുക്ക് ഫാമുണ്ട് ഗൈസ്, സൂപ്പറാണ്. ഇനി ഇവിടെ വെള്ളം വീത്തണം. ഈ വീഡിയോ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ മതി, കിട്ടും ഗൈസ്.